കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ആരണ്യകാണ്ഡം 10-ാം സർഗം 30-ാമത്തെ ശ്ലോകം കഴിഞ്ഞാണ് നിർത്തിയത്. അപ്പോൾ അതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ മോക്ഷത്തിനുള്ള കാരണം അല്ലെങ്കിൽ ഉപായം ഭക്തി തന്നെയാണെന്ന് അറിവുള്ളവരൊക്കെ പറയുന്നുണ്ട്. നാം മുമ്പ് പറഞ്ഞ 9 കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാവണ്ടേ എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ ഏറ്റവും പ്രധാനവും തന്നെ പറയാം ആണ് എന്ത് സജ്ജന സംസർഗം. ആ ആദ്യം പറഞ്ഞ ഏറ്റവും പ്രഥമവുമായിട്ടുള്ള ആ സജ്ജന സംസർഗം ലഭിച്ചാൽ പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ക്രമത്തിൽ വന്നു ചേരും. അതായത് എപ്പോഴും ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കുക, എല്ലാവരിലും ഭഗവത് സാന്നിധ്യം അതൊക്കെ അതിൻ്റെ തന്നെ വന്നോളൂ എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഭക്തി മുക്തിക്കുള്ള പ്രധാന കാരണം ആണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നിനക്ക് എന്നിൽ ഇത്ര ഭക്തി ഉണ്ടായതുകൊണ്ടാണ് യോഗീശ്വരന്മാർക്ക് പോലും പ്രാപിക്കാൻ കഴിയാത്ത ഞാൻ നിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നതെന്ന് പറയുകയാണ് അല്ലേ ശബരിയോട്. എന്തൊരു സന്തോഷമാണ് ശബരിക്ക്. ഇനി നമുക്ക് 32, 33 ചെയ്യേണ്ടത്. അല്ല 30 നമ്മൾ ചെയ്തതേ. അതെ, ഇനി നമുക്ക് 31, 32 ചെയ്യേണ്ടത്. ഇവിടെ തെറ്റ് ചെയ്തിനു നമ്പർ കേട്ടോ. 32, 33 എഴുതിനു, സാരില്ല. ഇതോ മദ്ദർശനാൻ മുക്തിസ്തവ നാസ്ത്യത്ര സംശയ യദി ജാനാസി മേ ബ്രൂഹി സീതാ കമലലോചന കുത്രാസ്തേ കേന വാ നീതാ പ്രിയാ മേ പ്രിയദർശന ഇതഃ മദ്ദർശനാത് തവ മുക്തി. ഞാനിപ്പം നിനക്ക് നൽകിയ ഈ ദർശനം കൊണ്ട് നിനക്ക് മുക്തി അത്രന്ന സംശയമേ ഇല്ല, നിനക്ക് മുക്തി കിട്ടുമല്ലേന്ന്. ഞാൻ ദർശനം നൽകിയല്ലോ. കമലലോചന പ്രിയദർശന മേ പ്രിയ സീത, അതായത് കമലാക്ഷി, അതായത് താമരകൾ പോലുള്ള കണ്ണുകളുള്ളവളും എനിക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടതുമായ ദർശനത്തോടു കൂടി, അതായത് അത്രയ്ക്ക് എനിക്ക് കാണാൻ ഹൃദയായി എൻ്റെ ഭാര്യയായിട്ടുള്ള സീത കുത്ര ആസ്തേ, എവിടെ ഇരിക്കണം നിനക്കറിയോ? കേനവാ നീത, ആരാണ് അവളെ കൊണ്ടുപോയത്? യതി ജാനാസി മേ ബ്രൂഹി, നിനക്കറിയിച്ച എന്നോട് പറയൂ. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഈ ദർശനം നിനക്ക് ലഭിച്ചില്ലേ, അതുകൊണ്ട് തന്നെ മുക്തി നിനക്ക് ഉറപ്പാണ്, സംശയമില്ല, ഒരിക്കലും സംശയിക്കണ്ട, നിനക്ക് മുക്തി കിട്ടും. എൻ്റെ സുന്ദരിയായിട്ടുള്ളതും എനിക്ക് ഏറ്റവും പ്രിയം ഉള്ളതുമായിട്ടുള്ള എൻ്റെ സീതാദേവി എവിടെ ഇരിക്കണേ? ആരാണ് അവളെ കൊണ്ടുപോയത്? നിനക്ക് ഈ സംഗതി അറിയിച്ചാൽ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. ഇതോ മദ്ദർശനാൻ മുക്തിസ്തവ നാസ്ത്യത്ര സംശയ യദി ജാനാസി മേ ബ്രൂഹി സീതാ കമലലോചന കുത്രാസ്തേ കേന വാ നീതാ പ്രിയാ മേ പ്രിയദർശന. ഇനി 34, 35 33, 34 തെറ്റി എഴുതിനു നമ്പർ, സാരില്ല. അപ്പം ശബര്യുവാച, ശബരി അപ്പോൾ പറയണം ശ്രീരാമനോട്, പറഞ്ഞു തരണം അറിയിച്ചാൽ എന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ ശബരി ഇപ്പോൾ തിരിച്ച് പറയണ ഉത്തരം, ദേവ ജാനാസി സർവജ്ഞ സർവം ത്വം വിശ്വഭാവന തഥാഭി പൃച്ഛസേ യന്മാം ലോകാനനുസൃത പ്രഭോ തതോഹമഭിധാസ്യാമി സീതാ യത്രാധുനാ സ്ഥിത. എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ. പിന്നെ ഇപ്പോൾ എവിടെയാണ് സീത എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. വെറുതെ മനുഷ്യനായി അഭിനയിച്ച് അറിയില്ല എന്ന് നടിക്കുക എന്ന് ശബരിക്കും അറിയാം. കാരണം പരബ്രഹ്മം തന്നെ മനുഷ്യ സ്വരൂപെടുത്ത് വന്ന് മുമ്പിൽ നിൽക്കുന്നതാണ് ഈ ശ്രീരാമനെ. എന്താ അറിയാത്ത? എല്ലാവരുടെയും അന്തര്യാമിയാണ്, സർവവ്യാപിയാണ്, എല്ലാവരും അകത്തും പുറത്തും ഒരുപോലെ നിറഞ്ഞു നിൽക്കണ ശക്തിയല്ലേ. സർവജ്ഞ, വിശ്വഭാവന, ദേവ അങ്ങനെയൊക്കെ സംബോധന ചെയ്യണം.
സർവജ്ഞനാണ്, എല്ലാം അറിഞ്ഞുകൊണ്ട് ലോകങ്ങളെ മുഴുവൻ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ദേവദേവാ, സർവം ജാനാസി, അങ്ങെന്ന് അറിയാത്തത് എന്താണുള്ളത് അങ്ങ് എല്ലാം അറിയണു. തഥാപി പ്രഭോ, എങ്കിലും ഹേ പ്രഭോ, ലോകാൻ അനുസൃത മാം പൃച്ഛസി ഇതി യത്, ലോകമര്യാദ അനുസരിച്ചിട്ട് എന്നോട് ചോദിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ചോദിച്ചൂല്ലോ, അതുകൊണ്ട് അധുന സീത എത്ര സ്ഥിത അഹം അഭിധാസ്യാമി. അപ്പം ഞാൻ ചോദിച്ച അവസ്ഥയ്ക്ക് അങ്ങക്ക് അറിയാഞ്ഞിട്ടല്ല, ഇപ്പം സീത എവിടെ ഇരിക്കുന്നു എന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞു. ദേവജാനാസി സർവജ്ഞ സർവം ത്വം വിശ്വഭാവന തഥാപി പൃച്ഛസേ യന്മാം ലോകാനനുസൃത പ്രഭോ, ലോകമര്യാദ പോലെ ചോദിക്കുക അത്രയേ ഉള്ളൂ എന്ന്. തതോഹം അഭിധാസ്യാമി സീത യത്രാധുനാ സ്ഥിത, സീത എവിടെ ഇരിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി 35, 36, 37, 38 വായിക്കാം. രാവണേന ഹൃതാ സീതാലങ്കായാം വർത്തതേ ധുനാ ഇത സമീപേ രാമാസ്തേ പമ്പാ നാമ സരോവരം ഹൃഷ്യമൂകഗിരിർനാമ തൽസമീപേ മഹാനഗ ചതുർഭിർമന്ത്രിഭിः സാർദ്ധം സുഗ്രീവോ വാനരാധിപഃ ഭീത സദാ തത്ര തിഷ്ടത്യതുലവിക്രമഃ ബാലിനശ്ച ഭയാൽ ഭ്രാതസ്തദഗമ്യമൃഷൈർഭയാൽ ബാലിനസ്തത്ര ഗച്ഛത്വം തേന സഖ്യം കുരു പ്രഭോ സുഗ്രീവേണ സ സർവം തേ കാര്യം സമ്പാദയിഷ്യതി അഹമഗ്നിം പ്രവേക്ഷ്യാമി തവാഗ്രേ രഘുനന്ദന മുഹൂർത്തം തിഷ്ഠ രാജേന്ദ്ര യാവദുഗ്ധ്വാ കളേവരം യാസ്യാമി ഭഗവൻ രാമ തവ വിഷ്ണോഹോ പരം പദം. എന്താ ഭാഗ്യമല്ലേ ശബരിയുടെ. രാവണേന ഹൃത സീത, രാവണനാൽ അപഹരിക്കപ്പെട്ട സീത അധുന ലങ്കായാം വർത്തതെ, ഇപ്പോൾ ലങ്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഇപ്പോൾ ലങ്കയിലാണ് ഇരിക്കണമെന്ന്. രാമ ഇത് സമീപേ പമ്പാനാമ സരോവരം മാസ്തേ, ഹേ രാമ, ഇതിൻ്റെ ഇപ്പം നമ്മൾ നിൽക്കണേൻ്റെ അടുത്ത് പമ്പ എന്ന് പേരായിട്ട് ഒരു വലിയ സരസ്സുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. സരോവരം എന്നാണ്, ലേക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. പമ്പ നദി എന്നാണ് നമ്മൾ പറയുക. എന്തായാലും തൽസമീപേ ഹൃഷ്യമൂകഗിരിഹി നാമ മഹാനഗ, അതിൻ്റെ അടുത്ത് ഈ പമ്പ തീരത്ത് ഹൃഷ്യമൂക പർവ്വതം എന്ന് പേരായിട്ട് ഒരു മഹാപർവ്വതമുണ്ട്. സുഗ്രീവ നാമ വാനരാധിപ, സുഗ്രീവൻ എന്ന് പേരായിട്ട് ഒരു കൊരഞ്ഞന്മാരുടെ രാജാവുണ്ട്. ഭ്രാതൃഹു ബാലിന ഭയാത്, ആ സുഗ്രീവൻ സ്വന്തം സഹോദരനായിട്ടുള്ള ബാലിയിൽ നിന്നുള്ള ഭയം കാരണം ഭീത പേടിച്ചിട്ട് ചതുർഭി മന്ത്രിഭി സാർത്ഥം, 4 മന്ത്രിമാരോട് കൂടി ഹൃഷേഹേ ഭയാത് തദഗമ്യം തത്ര സദാ തിഷ്ഠതി, ഹൃഷിയിൽ നിന്നുള്ള ഭയം നിമിത്തം ബാലിക്ക് അഗമ്യമായ അതിൽ എപ്പോഴും ഇരിക്കുന്നു. അതായത് ബാലിക്ക് അവിടെ വരാൻ പറ്റില്ല, ഒരു ഹൃഷിയുടെ ശാപമുണ്ട്, അത് കാരണം അവിടെ സേഫായിട്ട് ഇരിക്കുകയാണ് പേടിച്ചിട്ടാണ്. ബാലിക്ക് വരാൻ പറ്റാത്ത സ്ഥലത്തേക്ക്, ഒരു ശാപം കാരണം വരാൻ പറ്റാത്ത സ്ഥലത്തേക്ക്. തത്രത്വം ഗച്ഛ, അങ്ങ് അവിടെ അങ്ങോട്ട് പൊക്കോളൂ പ്രഭോ. തേന സുഗ്രീവേണ സഖ്യം കുരു, എന്നൊരു സുഗ്രീവനായിട്ട് സഖ്യം ചെയ്യൂ. സഹത്തെ സർവം കാര്യം സമ്പാദയിഷ്യതി, സുഗ്രീവൻ അങ്ങയുടെ കാര്യമൊക്കെ സാധിപ്പിച്ചു തരും. രഘുനന്ദന തവ അഗ്രേ അഹം അഗ്നിം പ്രവേക്ഷ്യാമി, ഞാൻ അങ്ങ് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ അഗ്നിയിലേക്ക് പ്രവേശിക്കട്ടെ, ദേഹം ത്യജിക്കട്ടെ അങ്ങയുടെ മുമ്പിൽ വെച്ചിട്ട്. കളേവരം ദഗ്ധ്വ, എൻ്റെ ഈ ശരീരത്തെ ദഹിപ്പിച്ചിട്ടേ വിഷ്ണോഹോ തവ പരംപദം യാവത് യാസ്യാമി, മഹാവിഷ്ണു തന്നെയായ അങ്ങയുടെ പരമമായ പദത്തെ ഞാൻ പ്രാപിക്കണ വരെ, അതായത് ഞാൻ അങ്ങയിൽ അഭയം പ്രാപിക്കുന്നവരെ, അല്ലെങ്കിൽ അങ്ങയിൽ ഞാൻ അലിഞ്ഞു ചേരുന്നത് വരെ. രാജേന്ദ്ര മുഹൂർത്തം തിഷ്ഠ, ഹേ രാജശ്രേഷ്ഠ, അതുവരെ ഇവിടെ ഇരിക്കണേ. ഞാൻ തീയു കൂട്ടിയിട്ട് അതിൽ ചാടിയിട്ട് എൻ്റെ ദേഹം ത്യജിക്കട്ടെ അങ്ങയെ കണ്ടുകൊണ്ടേ. അപ്പം ഞാൻ അങ്ങയിൽ തന്നെ, അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ തന്നെ ഞാൻ ലയിക്കും. അതുവരെ ഇവിടെ നിൽക്കണേ. അതാണ് എന്താ പറഞ്ഞ, രാവണനാൽ അപഹരിക്കപ്പെട്ടുല്ലോ സീത, അവളിപ്പോൾ ലങ്കയിലാണ്.
നമ്മളിപ്പോൾ നിൽക്കണ സ്ഥലത്തിൻ്റെ അടുത്ത് പമ്പ എന്ന് പേരായിട്ടുള്ളൊരു വിശേഷമായിട്ടുള്ളൊരു തടാകമുണ്ട്. അതിൻ്റെ അടുത്താണ് ഋഷ്യമൂകാചലം എന്ന് പേരായിട്ടുള്ള പർവ്വതം. അചലം പർവ്വതമാണ്, ഋഷിമൂകാചലം ഉണ്ട്. അവിടെ പിന്നെ സുഗ്രീവൻ എന്ന് പറഞ്ഞൊരു വാനരാധിപനുണ്ട്. ആ സുഗ്രീവന് ബാലി എന്ന് പറഞ്ഞ സഹോദരനുണ്ട്. ആ ബാലിയെ പേടിച്ചിട്ട് ഈ ഋഷ്യമൂകാചലത്തിൽ തന്നെ ഇരിക്കുകയാണ്. കാരണം ബാലിക്ക് ഒരു ഋഷിയുടെ ശാപം കൊണ്ട് ഋഷ്യമൂകാചലത്തിലേക്ക് വരാൻ പാടില്ല. അപ്പം പിന്നെ ബാലി അങ്ങോട്ട് വരില്ലല്ലോ, ബാക്കി എവിടെയും ബാലി വന്ന് കൊല്ലും. അത് കാരണം ബാലിയെ പേടിച്ചിട്ട് എവിടെയും പോവാണ്ട് സുഗ്രീവൻ ഋഷ്യമൂകാചലത്തിൽ താമസിക്കുന്നുണ്ട്. 4 മന്ത്രിമാരും കൂടെ ഉണ്ട്. അപ്പോൾ ഭഗവാൻ ഒരു കാര്യം ചെയ്യൂ, അവിടെ ചെന്ന് സുഗ്രീവനോട് സഖ്യം ചെയ്യൂ, അതായത് മിത്രാവൂ സുഗ്രീവൻ്റെ. എന്നിട്ട് അപ്പോൾ സുഗ്രീവൻ അങ്ങയ്ക്ക് സീതയെ കണ്ടുപിടിക്കാനുള്ള എല്ലാ സഹായവും ചെയ്യുന്ന മാത്രമല്ല, സീതയെ കണ്ടുപിടിച്ച് തരും, കാര്യം സാധിച്ചു തരും. പക്ഷേ ഒരു കാര്യമുണ്ട്, പോണേൻ്റെ മുമ്പേ എന്നോട് ഒരു കരുണ കാണിക്കണം. ഞാൻ അഗ്നിയിൽ പ്രവേശിച്ചിട്ട് അങ്ങയുടെ ദർശനം അനുഭവിച്ചുകൊണ്ട് തന്നെ, അങ്ങേ ദർശിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ സ്ഥൂല ശരീരത്തിനെ ത്യജിക്കട്ടെ. എന്നിട്ട് ഞാൻ ഭഗവാൻ വിഷ്ണു തന്നെയാണല്ലോ അങ്ങയുടെ പാതാരബിന്ദങ്ങളിൽ ഞാൻ ലയിക്കട്ടെ, അതുവരെ ഇവിടെ നിൽക്കണേ എന്ന് പറഞ്ഞു. പാവം, എന്തൊരു ഭക്തിയാണല്ലേ. അറിവൊന്നുമില്ലെങ്കിലേ രാവണേന കൃതാ സീതാലങ്കായാം വർത്തതേധുനാ ഇതഃ സമീപേ രാമാസ്തേ പമ്പാ നാമ സരോവരം ഋഷ്യമൂകഗിരിർനാമ തത്സമീപേ മഹാനഗ ചതുർഭിർമന്ത്രിഭിः സാർദ്ധം സുഗ്രീവോ വാനരാധിപഃ ഭീത സദാ തത്ര തിഷ്ടത്യതുലവിക്രമ ബാലിനശ്ച ഭയാൽ ഭ്രാതസ്തദഗമ്യ മൃഷോർഭയാൽ ബാലിനസ്തത്ര ഗച്ഛത്വം തേന സഖ്യം കുരു പ്രഭോ സുഗ്രീവേണ സ സർവം തേ കാര്യം സമ്പാദയിഷ്യതി അഹമഗ്നിം പ്രവേക്ഷ്യാമി തവാഗ്രേ രഘുനന്ദന മുഹൂർത്തം തിഷ്ഠ രാജേന്ദ്ര യാവദുഗ്ധാ കളേബരം യാസ്യാമി ഭഗവൻ രാമ തവ വിഷ്ണോഃ പരം പദം. അങ്ങനെ പറഞ്ഞു. ഇനി നമുക്ക് 40 വായിക്കാം. ഇതി രാമം സമാമന്ത്ര്യ പ്രവിവേശഹുതാശനം ക്ഷണാന്നിർധൂയ സകലമവിദ്യാകൃതബന്ധനം രാമപ്രസാദാച്ഛബരീ മോക്ഷം പ്രാപാതിദുർലഭം. ആ മോക്ഷം പ്രാപിക്കണത് തന്നെ പറയുക. ഇതി രാമം സമാമന്ത്ര്യ, ഇപ്രകാരം രാമനോട് പറഞ്ഞിട്ട് ഹുതാശനം പ്രവിവേശ, അഗ്നിയിൽ പ്രവേശിച്ച് അവിദ്യാകൃതബന്ധനം സകലം ക്ഷണാത് നിർധൂയ, അവിദ്യ കൊണ്ട് ഉണ്ടായിട്ടുള്ള ബന്ധനത്തെ മുഴുവൻ ദഹിപ്പിച്ചിട്ട്, അതായത് ശരിക്കും ഈ അവിദ്യ കൊണ്ട് നമുക്ക് ഞാൻ ദേഹമാണെന്ന് തോന്നണ ആ ദേഹാഭിമാനം കംപ്ലീറ്റ്ലി ഇങ്ങോട്ട് ക്ഷയിച്ചു. ഭഗവാനിലെ മുമ്പിൽ നിൽക്കണ രാമപ്രസാദ, രാമൻ്റെ അനുഗ്രഹത്താൽ ശബരി അതിദുർലഭം മോക്ഷം പ്രാപ, വളരെ ദുർലഭമായിട്ട് മോക്ഷത്തെ പ്രാപിച്ചു. അതായത് ശ്രീരാമൻ്റെ അനുഗ്രഹം കൊണ്ടാണ് തീരെ ചാടിയപ്പോഴേക്കും ഈ ദേഹാഭിമാനം തീരെ ഇല്ലാതെയായി. അപ്പോൾ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഒരുമിച്ച് നശിച്ചു. അതോടെ ആ ആത്മാവ് ഭഗവാനിൽ ചെന്ന് ചേരും ചെയ്തു. അങ്ങനെ അതിദുർലഭമായിട്ടുള്ളൊരു മോക്ഷം ശബരിക്ക് ആ നിമിഷം ഭഗവാനെ കണ്ടുകൊണ്ട് ദേഹം ത്യജിക്കാൻ സാധിച്ചു. ഇതി രാമം സമാമന്ത്ര്യ പ്രവിവേശഹുതാശനം ക്ഷണാന്നിർധൂയ സകലമവിദ്യാകൃതബന്ധനം രാമപ്രസാദാച്ഛബരീ മോക്ഷം പ്രാപാതിദുർലഭം. കിം ദുർലഭം ജഗന്നാഥേ ശ്രീരാമേ ഭക്തവത്സലേ പ്രസന്നേഥമജന്മാഭി ശബരീ മുക്തിമാപസ. ഭക്തവത്സല ജഗന്നാഥേ ശ്രീരാമേ പ്രസന്നേ കിം ദുർലഭം. ഭക്തവത്സലനും ജഗദീശ്വരനുമായ ശ്രീരാമൻ പ്രസാദിച്ചാൽ എന്തിനാണ് വിഷമം? എന്തൊന്നാണ് ദുർലഭം? കിം ദുർലഭം? ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കാത്തതായിട്ട് ആർക്കും ഒന്നുമില്ലാന്ന്. അധ ജന്മന അഭി ശബരി മുക്തിമാപ. അതായത് അധജന്മ മീൻസ്
താഴ്ന്ന കുലത്തിൽ ജനിച്ചവളാണെങ്കിലും ശബരി ഉടനെ മുക്തിയെ പ്രാപിച്ചു. ഇൻസ്റ്റൻറ്റ് ലിബറേഷനാണ്. സദ്യോമുക്തി ലഭിച്ചു ശബരിക്ക്, അല്ലേ? നമ്മളിപ്പോൾ കണ്ടില്ലേ, താണ ജാതിയിലാണ്, താണ കുലത്തിലാണ്, അറിവില്ല, എന്താ ഒന്നും പ്രശ്നമില്ല. ആ മാതംഗ ആശ്രമത്തിലുള്ള മഹർഷിമാരുടെ സത്സംഗം കൊണ്ട് സകല ഗുണങ്ങളും ഉണ്ടായി, ഹൃദയം പരിശുദ്ധായി, ഭഗവാൻ അങ്ങട് വന്ന് കണ്ടു, ഭഗവാനെ ദർശിച്ചുകൊണ്ട് ദേഹവും വെടിഞ്ഞു, അല്ലേ? അപ്പം എന്താ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. എന്താണ് ദുർലഭമായിട്ട്? ഒന്നുമില്ല എന്ന് പറയണം. കിം ദുർലഭം ജഗന്നാഥേ ശ്രീരാമേ ഭക്തവത്സലേ പ്രസന്നേഥമജന്മാഭി ശബരി മുക്തിമാപസ. അതായത് പറഞ്ഞില്ലേ, വർണ്ണവും ആശ്രമവും സ്ത്രീ പുരുഷ ഭേദമൊന്നും ഭഗവാനില്ല. ആർക്കാ ഭക്തി? അവരെ ഭഗവാൻ ഗ്രഹിക്കും. ഇനിയിപ്പം കിം പുനർബ്രാഹ്മണാഃ മുഖ്യ പുണ്യ ശ്രീരാമചിന്തകാ മുക്തിം യാന്തി തദ്ഭക്തിർമുക്തിരേവ ന സംശയ. പുണ്യാഃ ശ്രീരാമചിന്തകാഃ ബ്രാഹ്മണാഃ പുണ്യകർമ്മം ചെയ്യുന്നവരും ശ്രീരാമനെ എപ്പോഴും ചിന്തിക്കുന്നവരുമായ ബ്രാഹ്മണന്മാർ മുക്തിം യാന്തി ഇതി കിം പുന, മുക്തിയെ പിന്നെ പ്രാപിക്കാതിരിക്കുമോ? ശബരിക്ക് പോലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മുക്തി കിട്ടി. അപ്പം പിന്നെ ഭഗവാനെ തന്നെ സദാ ആരാധിച്ച് മനസ്സിൽ സ്മരിച്ചും കൊണ്ടിരിക്കുന്ന ബ്രാഹ്മണർക്ക്, ബ്രഹ്മജ്ഞാനികൾക്ക് മുക്തി കിട്ടാതിരിക്കുമോ? ഒരിക്കലുമില്ല. തദ് ഭക്തി മുക്തി ഏവന സംശയ. ആർക്കാണ് ശ്രീരാമനിലെ ഭക്തി, അവർക്ക് മുക്തി ലഭിക്കുന്നുള്ളത് നിസ്സംശയമാണ്. കിം പുനർബ്രാഹ്മണാഃ, അതായത് ശബരിക്ക് പോലും കിട്ടിച്ചാൽ പിന്നെ ബ്രഹ്മജ്ഞാനികളായിട്ട് എപ്പോഴും ഭഗവാനെ സ്മരിക്കണ ബ്രാഹ്മണർക്ക് കിട്ടാണ്ടിരിക്കുമോ? ഇല്ല എന്ന് പറയാണ്. കിം പുനർബ്രാഹ്മണാ മുഖ്യ പുണ്യാഃ ശ്രീരാമചിന്തകാഃ മുക്തിം യാന്തി തദ്ഭക്തിർമുക്തിരേവ ന സംശയഃ. ഇനി അടുത്ത ശ്ലോകം, അവസാനത്തെ ശ്ലോകമാണ് ഈ സർഗത്തിലിട്ടോ ഇനിയിപ്പോൾ ചെല്ലാൻ പോണത്. ഭക്തിർമുക്തിവിധായിനി ഭഗവത ശ്രീരാമചന്ദ്രസ്യ ഹേ ലോകാഃ കാമദുഃഖാഘ്രിപത്മയുഗളം സേവധ്വമത്യുത്സുകാഃ നാനാജ്ഞാനവിശേഷമന്ത്രവിതതിം ത്യക്ത്വാ സുദൂരേ ഭൃശം രാമം ശ്യാമതനും സ്മരാരിഹൃദയേ ഭ്രാന്തം ഭജധ്വം ബുധാഃ. എന്താ പറയണ വെച്ചാൽ, ഭഗവതഃ ശ്രീരാമചന്ദ്രസ്യ ഭക്തി, ഭഗവാനായിട്ടുള്ള ഈ ശ്രീരാമചന്ദ്രസ്വാമിയിൽ ഭക്തി ഉള്ള ഭക്തി, ശ്രീരാമചന്ദ്രസ്വാമിയിൽ ഉള്ള ഭക്തി മുക്തിവിധായിനി, മുക്തിയെ നൽകുന്നതാകുന്നു. ഹേ ലോകാഹ, അല്ലയോ ജനങ്ങളെ, നാനാ അജ്ഞാനാവിശേഷ മന്ത്രവിതതി, നാനാ രൂപത്തിലിരിക്കുന്നതും അജ്ഞാനവിശേഷത്തിൻ്റെ സ്വരൂപവുമായ മന്ത്രസമൂഹത്തെ സുദൂരെ ത്യക്ത്വ, ഏറ്റവും ദൂരെ ത്യജിച്ചിട്ട്, അത്യുത്സുക, അധികം താല്പര്യമുള്ളവരായിട്ട്, കാമദുഃഖാഘ്രിയുഗളം, ആ കാമത്തെ എല്ലാ അഭീഷ്ടങ്ങളും നൽകുന്ന ആ പാദപത്മങ്ങളെ സേവത്വം, നിങ്ങൾ സേവിപ്പിൻ. ബുധാഹ സ്മരാരിഹൃദയേ ഭാന്തം ശ്യാമതനും രാമം ഭജധ്വം. ഹേ ബുദ്ധിയുള്ളവരെ, ശിവഹൃദയത്തിൽ, സ്മരാരി ആരാ? സ്മരൻ എന്ന് പറഞ്ഞാൽ കാമദേവനാണ്. സ്മരൻ്റെ അരി ആരാ? ശിവൻ, അല്ലേ? കാമദേവൻ്റെ ശത്രു കാമദേവനെ ദഹിപ്പിച്ചുല്ലോ. അപ്പോൾ കാമദേവൻ്റെ ശത്രു ശിവൻ. അതാണ് സ്മരാരി ഹൃദയെ, ശിവഹൃദയത്തിൽ. ഹേ ബുദ്ധിയുള്ളവരെ, ബുധന്മാരെ, ശിവഹൃദയത്തിൽ, സ്മരാരി ഹൃദയെ, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ശ്യാമള ശരീരനായ രാമനെ ഭജിക്കുവിൻ. എന്താ പറയണറിയോ? അല്ലയോ ജനങ്ങളെ, ഭഗവാനായ ഈ സ്വാമിയിലുള്ള ഭക്തി തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുക്തി നൽകും. മാത്രമല്ല, ആഗ്രഹങ്ങൾ മുഴുവൻ സാധിപ്പിച്ചു തരും. ഭഗവാനിലുള്ള ഭക്തി ആഗ്രഹങ്ങളെ മുഴുവൻ സാധിപ്പിക്കുന്ന ഒരു കാമധേനു തന്നെയാണ് ശ്രീരാമചന്ദ്രസ്വാമി. ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാദയുഗളങ്ങളെ, പാദപത്മങ്ങളെ നിങ്ങൾ വളരെ ഔത്സുക്യത്തോടു കൂടി തന്നെ ഭജിക്കൂ. അതായത് നാനാവിധ മന്ത്രങ്ങളൊന്നും വേണ്ട, നാനാവിധ മന്ത്രങ്ങളെന്നും ഉപാസിക്കേണ്ട ആവശ്യമില്ല, വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഭഗവാന്റെ പാദപത്മങ്ങളിൽ ആശ്രയം തേടൂ. അതായത് ബാക്കി എന്ത്
ഉൾക്കൊണ്ട് മന്ത്രം ചൊല്ലിയിട്ട് സകാമായിട്ട് പ്രാർത്ഥിച്ചാലും അതൊക്കെ അജ്ഞാനത്തിൻ്റെ തന്നെ സ്വരൂപമായിട്ടുള്ള ഈ സംസാര സുഖങ്ങളെ മാത്രമേ തരുള്ളൂ. അതായത് ഭഗവാന്റെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാദപത്മങ്ങളെ ഭജിച്ചാൽ മതി, എല്ലാ അഭീഷ്ടവും സാധിക്കും. പിന്നെയോ മുക്തിയും കിട്ടും. അല്ലാതെ ബാക്കിയുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലി ബാക്കി ദേവതമാരെയൊക്കെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് സകാമ പ്രാർത്ഥന നടത്താം. ചിലപ്പോൾ കുറേ സംസാര സുഖങ്ങൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരാം, പക്ഷെ അതൊക്കെ നശ്വരാണ്. ഈ അജ്ഞാനത്തിൻ്റെ സ്വരൂപമായിട്ടുള്ള സംസാര സുഖങ്ങളെയൊക്കെ നിങ്ങൾക്ക് കിട്ടിയാലും അത് ഇല്ല, ഒരു ദിവസം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഇല്ലാതെയാവും, നഷ്ടപ്പെടും. അപ്പോൾ ശ്രീ പരമേശ്വരൻ കൂടി, അതായത് ഭഗവാൻ ശിവൻ കൂടി സദാ ശ്രീരാമനെ ചിന്തിച്ചുകൊണ്ടാണ് അത്രേ വസിക്കണതേ. ആ ശിവഹൃദയത്തിൽ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ കോമള ശരീരനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ, ഹേ ബുദ്ധിയുള്ളവരെ അല്ലെങ്കിൽ വിദ്വാൻമാരെ, ബുധന്മാരെ, നിങ്ങൾ സദാ ഭജിക്കുവിൻ, വേറെ ആരെയും ഭജിക്കണ്ട, മുക്തി ഉറപ്പാണ് എന്ന് പറയണം. അഭീഷ്ടങ്ങളും സാധിക്കും. ബാക്കി ആരെങ്കിലും ഭജിച്ചാൽ ഇതിപ്പോൾ ഭഗവാനോട് അഭീഷ്ടമൊന്നും പറയണ്ട, ഭഗവാൻ നമ്മൾ അഭീഷ്ടം സാധിക്കും. മാത്രമല്ല നമ്മളെ മുക്തി നൽകുകയും ചെയ്യും അത് കഴിഞ്ഞിട്ടേ. അതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ശ്രീരാമചന്ദ്ര ഭഗവാനെ തന്നെ ഭജിക്കൂ പറയാണ്. അപ്പോൾ നമുക്ക് ഇത് വായിച്ചാൽ ഈ അധ്യായം, ഈ ആക്ച്വലി ആരണ്യകാണ്ഡം തന്നെ കഴിഞ്ഞു. അപ്പോൾ നാളെ നമുക്ക് കിഷ്കിന്ധാകാന്ഡം തുടങ്ങാം. അതായത് ഇനിയിപ്പോൾ സുഗ്രീവനെ കാണലും ഒക്കെ ആണല്ലോ, അത് കിഷ്കിന്ധാകാന്ഡമാണ്. ആരണ്യകാന്ഡം കണ്ടു, കാട്ടിലത്തെ അത് കഴിഞ്ഞല്ലോ. അപ്പം നമുക്ക് 44 വായിച്ച് ഈ ആരണ്യകാന്ഡം ഇന്ന് അവസാനിപ്പിക്കാം. ഭക്തിർമുക്തിവിധായിനി ഭഗവത ശ്രീരാമചന്ദ്രസ്യ ഹേ ലോകാ കാമദുഃഖാഘ്രിപത്മയുഗളം സേവധ്വമത്യുത്സകം. ഉത്സാഹത്തോടുകൂടി ഭഗവാന്റെ പാദകമലങ്ങളെ ഭജിക്കൂ. അത് കാമധേനുവാണ്, അഭീഷ്ടം സാധിപ്പിക്കും. നാനാജ്ഞാനവിശേഷ മന്ത്രവിതതിം, കണ്ണി കണ്ട മന്ത്രങ്ങളൊക്കെ ചൊല്ലി പല ദേവതമാരെ ഒന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ത്യക്ത്വ, അതൊക്കെ വേണ്ട വെച്ചിട്ട് സുദൂരേ ഭൃശം രാമം ശ്യാമതനും സ്മരാരി ഹൃദയേ ഭാന്തം ഭജധ്വം ബുധാഹ. ഹേ ബുദ്ധിയുള്ളവരെ, സ്മരാരിയുടെ ഹൃദയത്തിൽ, ശിവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ശ്രീരാമചന്ദ്രസ്വാമിയെ തന്നെ ഭജിക്കൂ എന്ന് പറഞ്ഞ് നിർത്തുകയാണ് കേട്ടോ. ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡേ ദശമഃ സർഗ ആരണ്യകാണ്ഡം സമാപ്തം. അപ്പം നമുക്ക് ഇന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.